ശ്രീലാൽ, ഇതിൽ നേരത്തെ പ്രേംകുമാർ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ ഡൽഹിയിൽ ഇതാദ്യമായിട്ടൊന്നുമില്ല, എല്ലാ വർഷവും കേരളത്തിലെ നേതാക്കൾ വന്ന് അവിടെ തമ്പടിക്കുക, സീറ്റ് മോഹികളായിട്ടുള്ളവർ നേതാക്കൾ ആഴ്ചകളോളം തങ്ങുക, അവിടുന്ന് കുറേ ആളുകൾ സന്തോഷത്തോടെ മടങ്ങുക, കുറേ ആളുകൾ നിരാശയോടെ കണ്ണീരുമായി മടങ്ങുക, ടിക്കറ്റ് കാശ് പോലും മുതലാകാത്ത മനുഷ്യരുണ്ട്, കടവും വിലയും മേടിച്ച് വന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ദില്ലിയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞൊരു കാര്യം ശരിയാണ്, അത് മാറിയിരിക്കുന്നു. അന്ന് രണ്ട് ഗ്രൂപ്പുകളാണ് പ്രകടമായും ശക്തമായും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആരാരുടെ കൂടെയാണ് എന്നൊന്നും അറിയാത്ത അവസ്ഥയാണ്. ചിലർ ചോദിച്ചാൽ പറയും വി ഡി സതീശൻ്റെ കൂടെയാണെന്ന് പറയും, എന്നാൽ കെ സിയുടെ കൂടെയും ആണെന്ന് പറയും. എന്നാൽ അത്രയധികം ആളുകളൊന്നും രമേശ് ചെന്നിത്തലയുടെ കൂടെ ആണെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറില്ല. വി ഡി സതീശൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്കറിയാം ആൾ ഏതാണ്ട് കുറേ അധികം കെ സിയുടെ ഒപ്പം തന്നെയാണ്. ഇത് വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഞാൻ ഈ ദില്ലി വിസ്മയത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്കിടയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫൈനൽ ഫീഡ്ബാക്ക് എന്താണ്? ഞാൻ മുമ്പ് പ്രേംകുമാറിനോട് ചോദിച്ച പോലെ തന്നെ എം പിമാർ മത്സരിക്കേണ്ട എന്നൊരു കടുത്ത നിലപാടെടുത്തയാൾ വി ഡി സതീശനായിരുന്നില്ലേ? ഇപ്പോൾ മെല്ലെ കെ സുധാകരനും അടൂർ പ്രകാശിനും ഒരു സാധ്യത തെളിയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും കെ സി വേണുഗോപാലിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ ആവാനും സാധ്യതയില്ലേ? നേരത്തെ ഇതിനകത്ത് വളരെ ക്ലെവർലി V1 ഒരു സാധനമാണെന്ന് ഞാൻ പറയും. കാരണം ഇത് വളരെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയ ഒരു നറേഷനാണ്. എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് അത് കെ സി വേണുഗോപാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയായി വരരുത് എന്നുള്ള ഒരു കണക്കുകൂട്ടലുമുണ്ട്. അത് വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയ ഒരു പ്രയോഗമാണത്. അങ്ങനെ അത് പൊതുവിൽ ആക്കി വെച്ചു, എം പിമാരും മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതു തത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു ആലോചന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാണ് എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ എം പിമാരിൽ ഒരാളെയെങ്കിലും മത്സരിപ്പിക്കണം എന്നുള്ള ഒരു വാശി മറുഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ആ വാശി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഉറപ്പ് കെ സുധാകരൻ കിട്ടാതെ കെ സുധാകരൻ ഇത്ര വലിയ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുമെന്ന് കരുതാനും ബുദ്ധിമുട്ടാണ്. കാരണം കെ സുധാകരൻ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സംസ്ഥാനത്തെ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് കെ സുധാകരൻ മാത്രമല്ല, അടൂർ പ്രകാശിനുണ്ട്, ഈ പറയുന്ന ഡൽഹിയിൽ നിൽക്കുന്ന എല്ലാ എം പിമാർക്കുമുണ്ട്, ഈ കൊടിക്കുന്ന് സുരേഷ് അടക്കമുള്ള എല്ലാ എം പിമാർക്കും തിരിച്ച് സംസ്ഥാനത്തേക്ക് വരണം. അതിനൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് മാത്രം നിൽക്കുന്നതാണ്. കുറച്ച് വർഷങ്ങളെങ്കിലും ഈ പറയുന്ന പദവിയില്ലാതെ നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രം ഡൽഹിയിൽ എം പിയായി തുടരുന്ന ഒട്ടനേകം നേതാക്കളുണ്ട് ഈ കൂട്ടത്തിൽ. അവർക്കെല്ലാം തിരിച്ചു വരണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും തിരിച്ചു വരാൻ പറ്റാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് 2-2.5 വർഷമെങ്കിലും ഒരു പദവിയുമില്ല നിൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. ഈ പറയുന്ന കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഇത്ര ധൈര്യമായി, ഇത്ര പരസ്യമായി ഹൈക്കമാൻഡിന് എന്ന് പറയുന്ന ഒരു പദവിയും ഒരു അധികാരവും ഇല്ലാത്ത ലോ കമാൻഡിനെ ചലഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് അവർക്ക് അത്തരത്തിലൊരു ഉറപ്പ് കിട്ടിയതുകൊണ്ടോ, അല്ലെങ്കിൽ അവർ അങ്ങനെ പ്രശ്നമുണ്ടാകില്ല, നിങ്ങൾ നിന്നോളൂ, നിങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ടാകുമെന്നുള്ള സൂചന ഉള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും കരുതുന്നത് ഒരു പക്ഷേ സുധാകരന് ഒരു അവസരം കൊടുത്താലും അടൂർ പ്രകാശ് മത്സരിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് ഞാൻ കാണുന്നത്. അത് ഇനിയിപ്പോൾ എന്തായാലും കോൺഗ്രസ് ആണ്, അവസാനം മാത്രമേ അതിനകത്ത് വ്യക്തത ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ആലോചന ഇതിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നേരത്തെ പ്രേംകുമാർ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇപ്പോഴത്തെ പ്രശ്നം പണ്ട് നേതാക്കൾ, ഇപ്പോൾ എ കെ ആൻ്റണി, കെ കരുണാകരൻ, അത് കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല, അങ്ങനെയുള്ള നേതാക്കൾ അവരുടെ അണികൾക്ക് വേണ്ടിയിട്ടാണ് പണ്ട് സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കമുണ്ടാക്കിയത് മറ്റുമല്ല. ഇപ്പോൾ ഈ നേതാക്കൾ തന്നെ മത്സരിക്കുന്നതിനുള്ള വലിയ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ ഏറ്റവും അവസാനത്തിൽ നിൽക്കുന്നത് അങ്ങനെയാണ്. 92 തൊട്ടൊക്കെ ഉള്ള ആ സമയം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അന്നെല്ലാം ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ച ഉണ്ടാകുന്നു. അത് വളരെ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ പോലെ വലിയ കാര്യമായ ചർച്ച നടക്കുന്നു, പാതിരാത്രി വരെ നീളുന്ന ചർച്ച നടക്കുന്നു. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കും, വളരെ പെട്ടെന്ന് തന്നെ ഈ സീറ്റ് പ്രഖ്യാപിച്ച് മടങ്ങുകയാണ്. മനഃപൂർവ്വമാണ് ഈ ചർച്ചകൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ നീട്ടിക്കൊണ്ടു പോകുന്നത് തന്നെ. കാരണം അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കുറേ പേരുകൾ ഹൈക്കമാൻഡ് വെട്ടി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഉള്ള നേതാക്കൾ തന്നെ വെട്ടിത്തിരുത്തി വന്ന് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അതുമല്ല. ഇത്തവണ ഒന്നാമത് കേരളത്തിൽ സമയമില്ല പ്രചാരണത്തിന്, എന്നിട്ട് പോലും ഈ തർക്കങ്ങൾ ഇങ്ങനെ തീരാതെ നീളുന്നു എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ പോയി ഇങ്ങനെ തർക്കിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ വലിയ ആയുധങ്ങൾ, നേരത്തെ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ചതുപോലുള്ള വലിയ ആയുധങ്ങൾ എടുത്തു പ്രയോഗിക്കാൻ ഇവർക്ക് സമയമില്ല. ഇവരുടെ നേതാക്കളില്ല, ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അടച്ചിട്ട മുറിയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇതിനകത്ത് ഒരു ഗുണമുണ്ട് ശരത്ത്, അതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ചർച്ചകൾ നീണ്ടുപോകുന്നുണ്ട്. ഒരു ഗുണമുണ്ട്, സീറ്റ് മോഹികളായി നിന്നവർക്ക്, സീറ്റ് കിട്ടാത്തവർക്ക് പലർക്കും മറുകണ്ഠം ചാടി ഒരു കോൺഗ്രസിനെ
ഒരു വിസ്മയിപ്പിക്കാനുള്ള അവസരം ചിലർക്കെങ്കിലും കിട്ടാതെ പോകും എന്നുള്ള ഒരു ഗുണം ഈ ചർച്ച നീണ്ടുപോകുന്നതിനോട് കോൺഗ്രസിനുണ്ട്. അല്ല, ആ സമയക്കുറവ് ഉള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പണി തുടങ്ങിയല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ DCC തന്നെ രംഗത്ത് വരുന്നു. ആലപ്പുഴയിൽ റിബൽ സ്ഥാനാർത്ഥി വരുന്നു. ജോസഫ് ഗ്രൂപ്പിന് കൊടുത്ത കുട്ടനാട് സീറ്റിൽ ആലപ്പുഴയിൽ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തി അവിടെ കോൺഗ്രസ് ജില്ലാ നേതാവ് റിബൽ സ്ഥാനാർത്ഥിയാകുന്നു. അമ്പലപ്പുഴയിൽ G. സുധാകരനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് വിമതനായി മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ സമയക്കുറവ് കൊണ്ട് അവസാനത്തെ റിസൾട്ടിനും അവസാനത്തെ തീരുമാനത്തിനൊന്നും കാത്തു നിൽക്കുന്നില്ല. അതിനു മുമ്പ് അവരും പണി തുടങ്ങി കഴിഞ്ഞല്ലോ ശ്രീലാൽ. പക്ഷേ ഇതിലും വലുതാകുമായിരുന്നു. സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലുതാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ വെട്ടിക്കുറയ്ക്കാൻ വലിച്ചു നീട്ടൽ സാധിച്ചു എന്നുള്ളൊരു തോന്നലോട് എനിക്കുണ്ട്.